ഹലോ എവ്രി വൺ, എൻ്റെ പേര് ശ്രീലക്ഷ്മി. ഐ എം എ റീഡർ. ഭാവിയിൽ ഒരു ഓഥർ ആവണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളൊക്കെയാണ്. അപ്പോൾ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് ഒരു റിവ്യൂ പറയാൻ വേണ്ടിയിട്ടാണ്, ഒരു ബുക്ക് റിവ്യൂ. ഇപ്പോൾ ഇൻസ്റ്റയിലും യൂട്യൂബിലൊക്കെ ഭയങ്കര വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു ബുക്കാണ് റാം കെയർ ഓഫ് ആനന്ദി ബൈ അഖിൽ പി ധർമ്മജൻ. ഇത് ഇറങ്ങിയത് 2020 4 വർഷം കഴിഞ്ഞ് ഇപ്പോഴാണ് ഇത് വൈറലായത്. ഞാനിത് വാങ്ങിച്ചത് ആമസോണിൽ നിന്നാണ്. ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് 399 ആണ് ബുക്കിൽ കാണിക്കുന്നത്. ഞാൻ വാങ്ങിച്ചത് 395 ആസ് എ മലയാളി ഞാൻ കുറച്ച് നാണക്കേരോടുകൂടി തന്നെ പറയും, ഞാൻ ഇതുവരെ മലയാളം ബുക്സ് ഒന്നും വായിച്ചിട്ടില്ല. ഞാൻ ആകെ വായിച്ചിട്ടുള്ളത് സ്കൂൾ കരിക്കുലത്തിൻ്റെ ഭാഗമായിട്ട് വന്ന കുറച്ച് പുസ്തകങ്ങൾ മാത്രമാണ്. എനിക്ക് തോന്നുന്നു ആടുജീവിതം, ഒരു കുടയും കുഞ്ഞുപെങ്ങളും, പിന്നെ നമ്മുടെ മഹാത്മാഗാന്ധിയുടെ ബുക്ക്. ഈ 3 ബുക്കും മലയാളം സെക്കൻഡ് ടെക്സ്റ്റ് ബുക്കിൽ കുറച്ച് പേജസ് മാത്രമേ ഈ കഥ ഉണ്ടാവുള്ളൂ. പണ്ടോട്ടെ കഥകളോടുള്ള പ്രേമം കൊണ്ട് കുറച്ച് പേജുകൾ മാത്രം ഉള്ളതുകൊണ്ട് ബാക്കി എന്താ നടന്നത്, ഇനി എന്താ നടക്കാൻ പോകുന്നതെന്ന് അറിയാനുള്ള ക്യൂരിയോസിറ്റി കൊണ്ട് മാത്രം സ്കൂൾ ലൈബ്രറിയിൽ പോയി വായിക്കുകയും പിന്നെ അവിടെ അടിച്ചു മാറ്റി വീട്ടിൽ കൊണ്ടുവന്ന് വായിക്കുകയും അങ്ങനെയൊക്കെ വായിച്ചിട്ടുള്ളതേ ഉള്ളൂ. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ വളർന്നു, എൻ്റെ കൂടെ എൻ്റെ ടേസ്റ്റും വളർന്നു. അപ്പോൾ എനിക്ക് പിന്നെ കൂടുതലും ഫാൻറ്റസി, ഹൊറർ, പാരനോർമൽ ആ ഒരു ഏരിയയിലേക്കായി എൻ്റെ അങ്ങനത്തെ പുസ്തകങ്ങളൊന്നും എനിക്ക് മലയാളത്തിൽ കിട്ടാത്തതുകൊണ്ട് ഞാൻ സ്വാഭാവികമായിട്ടും ഇംഗ്ലീഷിലേക്ക് ചാഞ്ഞു. പിന്നെ എൻ്റെ ടേസ്റ്റ് മൊത്തം ഇംഗ്ലീഷിലായതുകൊണ്ടും മലയാളം പുസ്തകങ്ങൾ വായിക്കുന്നതിനോട് ഒരു സ്കെപ്റ്റിസിസം പോലെ ആയി മാറി എനിക്ക്. അപ്പം അതുകൊണ്ട് പെട്ടെന്നൊരു ദിവസം ഇൻസ്റ്റാ റീൽ കണ്ടപ്പോൾ ഞാൻ ഈ ബുക്ക് വായിക്കണം എന്ന് തോന്നുന്നുണ്ടെങ്കിൽ അത്രമാത്രം എന്നത് ആകർഷിച്ചത് കൊണ്ട് തന്നെയാണ്. അപ്പോൾ പെട്ടെന്നൊരു ദിവസം ഇൻസ്റ്റയിൽ ഇങ്ങനെ വൈറലായിക്കൊണ്ടിരിക്കുമെന്ന് കണ്ടപ്പോഴേക്കും എനിക്കൊരു ക്യൂരിയോസിറ്റി തോന്നിയിട്ട് വെറും ക്യൂരിയോസിറ്റിയുടെ പുറത്ത് ഞാൻ വാങ്ങിച്ച സാധനമാണ് ഇത്. 395 രൂപ വർത്ത് എന്ന് പറഞ്ഞാൽ മാത്രം പോരാ, ഡബിൾ വർത്ത് സാധനമാണിത്. ഒരു റൊമാൻസ് നോവൽ, മലയാളം റൊമാൻസ് നോവൽ എന്നൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് കുറേ പ്രിജുഡിസ് ഉണ്ടായിരുന്നു. കാരണം ഞാൻ ഇതുവരെ വായിച്ചിട്ടുള്ള എല്ലാം ഈ വലിയ വലിയ എഴുത്തുകാരുടെ റൊമാൻസാണ്. അപ്പോൾ ഭയങ്കര പോയറ്റിക് ആയിട്ടുള്ള അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഞാൻ എക്സ്പെക്ട് ചെയ്തത്. പക്ഷേ ഇതെന്ന് പറഞ്ഞാൽ ഓഥർ ഡിഫൈൻ ചെയ്യുന്ന പോലെ തന്നെ ഒരു സിനിമാറ്റിക് നോവലാണ്. ഒരു സിനിമ കാണുന്ന പോലെ നമുക്ക് ഈ നോവൽ വായിച്ചു പോകാം. ഫ്രം പേജ് 1 ടു ലാസ്റ്റ് പേജ് നമ്മൾ ഒരു സെക്കൻഡ് പോലും നമുക്ക് വായിക്കുകയാണ് എന്നുള്ള തോന്നൽ നമുക്ക് ഉണ്ടാവില്ല. എനിക്ക് അറ്റ് എനി പോയിന്റ് എനിക്ക് തോന്നിയില്ല ഞാനൊരു പുസ്തകമാണ് വായിക്കുന്നത് എന്നുള്ളൊരു ഫീലിംഗ് എനിക്ക് വന്നിട്ടേ ഇല്ല. പിന്നെ ഈ ബുക്കിനെ പറ്റി പറയുകയാണെങ്കിൽ എന്താ പറയുക, റൊമാൻസ് നോവലാണോ? അതെ. ഫ്രണ്ട്ഷിപ്പ് ഉണ്ടോ? അതെ. ഇമോഷണൽ ആയിട്ടുള്ള കാര്യങ്ങളുണ്ടോ? അതെ. റെപ്രസെൻറ്റേഷൻ ഉണ്ടോ? അതെ. പിന്നെന്താ ഉള്ളത്? ഹാർട്ട് ബ്രേക്ക് ഉണ്ടോ? ഉണ്ട്. ഒരു 1.5 ഹാർട്ട് ബ്രേക്ക് ഉണ്ട്. തന്നോടൊക്കെ ദൈവം ചോദിക്കണോ അഖിൽ പി ധർമ്മജ. ഞാൻ ഫസ്റ്റ് ഒരു പോർഷൻ നോൺ സ്പോയിലർ പറഞ്ഞിട്ട് അതിൻ്റെ സെക്കൻഡ് ഹാഫ് പോർഷൻ സ്പോയിലർ പറയാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ഒരു നോൺ സ്പോയിലർ വേർഷൻ പറയാം, ഒരു സ്പോയിലർ ഫ്രീ വേർഷൻ റിവ്യൂ ഞാൻ പറയാം. എന്തുകൊണ്ട് ഇതുവരെ ഒരു പുസ്തകം പോലും, പഠിക്കുന്ന പുസ്തകം പോലും തുറക്കാത്ത ആൾക്കാർക്ക് പോലും ധൈര്യമായിട്ട് ഈ പുസ്തകം എടുത്ത് വായിക്കാം. കാരണം അറ്റ് എനി പോയിന്റ് നിങ്ങൾക്കിത് മനസ്സിലാവുന്നില്ല, അല്ലെങ്കിൽ ഇതിനോട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, നിങ്ങൾക്കിത് ബോറടിക്കുന്നു എന്നൊരു ചിന്ത ഒരു പേജിൽ പോലും നിങ്ങൾക്ക് വരത്തില്ല. 100% ഉറപ്പാണ് എൻ്റെ കാര്യത്തിൽ. പിന്നെന്താണ്, ഇതിൽ ഓരോ ക്യാരക്ടേഴ്സ് ആണെങ്കിലും, ശ്രീറാം എന്ന് പറയുന്ന ആളാണെങ്കിലും, ആനന്ദി ആണെങ്കിലും, മല്ലി ആണെങ്കിലും, പിന്നെ കുറേ ക്യാരക്ടേഴ്സ് ഉണ്ട്, പാട്ടി, വെട്രി, രേഷ്മ, അങ്ങനെ കുറേ പേരുണ്ട്. എല്ലാവരും നമുക്ക് ഭയങ്കര ക്ലോസ് ആയിപ്പോകും. നമ്മൾ ഈ ഓരോ ക്യാരക്ടേഴ്സിനോടും നമ്മൾ വളരെയധികം അറ്റാച്ച്ഡ് ആയിപ്പോകും. ഇത് നമ്മളുടെ അതെ, നമ്മൾ ഇതിനകത്ത് ഏതോ ഒരു പോയിന്റിൽ നമ്മളുണ്ട്, നമ്മൾ ഇവരുടെ കൂടെ സഞ്ചരിക്കുകയാണ് എന്നൊരു ചിന്തയൊക്കെ നമ്മുടെ മൈൻഡിൽ വന്നു പോകും. ഇനി അത് എനിക്ക് മാത്രമാണോ? എല്ലാവർക്കും ഉണ്ടാവും അത്. പിന്നുള്ളൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു ലാംഗ്വേജ്, യൂസ് ഓഫ് ലാംഗ്വേജ്, പല എന്താ പറയുക, ഒരു മലയാളം നോവലൊക്കെ വായിക്കുമ്പോൾ ഞാൻ പ്രതീക്ഷിച്ചത് ഭയങ്കര കടുകട്ടി ഭാഷ, അച്ചടി ഭാഷ, കുറേ ഡെഫിനിഷൻസ്, അങ്ങനെയൊക്കെ ഞാൻ പ്രതീക്ഷിച്ചു. പക്ഷേ ഇത് റെഗുലർ ലാംഗ്വേജിൽ, വളരെ സിമ്പിൾ ലാംഗ്വേജിൽ, എല്ലാവർക്കും പെട്ടെന്ന് ക്ലിക്ക് ആവുന്ന രീതിയിലുള്ള ലാംഗ്വേജിലൊക്കെയാണ് പുള്ളിക്കാരൻ എഴുതി വെച്ചേക്കുന്നത്. പുള്ളിയൊരു സിനിമാക്കാരനായതുകൊണ്ടായിരിക്കണം മറ്റുള്ളവർക്ക്, ഓഡിയൻസിന് എങ്ങനെ കണക്റ്റ് ആവും എന്നുള്ളത് അദ്ദേഹത്തിന് കൃത്യമായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെ ആ ഒരു രീതിയിലുള്ള ലാംഗ്വേജാണ് ഇതിൽ യൂസ് ചെയ്തിട്ടുള്ളൂ. പിന്നെ എന്താ പറയുക, ഒരു ഇംഗ്ലീഷ് റൊമാൻസ് നോവൽ നമ്മൾ വായിക്കുമ്പോൾ അതിൽ കുറച്ച് ഘടകങ്ങളുണ്ട്. റൊമാൻസ് ആൾക്കാരുടെ അടുത്തേക്ക്, ലൈക്ക് റൊമാൻസ് ഓഡിയൻസിലേക്ക് ക്ലിക്ക് ആവാനായിട്ടുള്ള കുറച്ച് ഫാക്ടേഴ്സ് ഉണ്ട്. അത് ഒരു ഇംഗ്ലീഷ് നോവൽ വായിക്കുന്ന അതേ ഫീൽ തന്നെയാണ് ഇത് വായിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത്. പിന്നെ ഇതിൽ മല്ലിയുടെ കേസ് ആണെങ്കിലും അതിപ്പോൾ ഒരുപാട് പേര് റീലൊക്കെ എല്ലാവരും കണ്ടു കാണും. അപ്പോൾ അതെന്ന് പറഞ്ഞാൽ ഈ നോവലിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, ഭയങ്കര ടേണിംഗ് പോയിന്റ് ആയിട്ടുള്ള ഒരു സ്റ്റോറിയാണ്. ആൾ സൈഡ് ക്യാരക്ടർ ആണെങ്കിൽ പോലും മെയിൻ ഹീറോയിനേക്കാളും നമ്മുടെ മനസ്സിൽ തങ്ങി നിൽക്കുന്നത് മല്ലിയായിരിക്കും. പിന്നെ പാട്ടി ആണെങ്കിൽ എല്ലാവർക്കും അവരുടേതായ കഥ ഇതിനകത്ത് പറയുന്നുണ്ട്. സബ് ക്യാരക്ടേഴ്സ് പോലും ഹീറോയിനേക്കാൾ സ്കോർ ചെയ്യുന്ന ടൈപ്പുള്ള ഒരു ബുക്കാണിത്. എന്തുകൊണ്ടും ധൈര്യമായിട്ട് ഇത് വായിക്കാം. ഒരു ഏജ് പറയുകയാണെങ്കിൽ ലൈക്ക്
ഒരു 14-15 അബവ് ഉള്ള ആൾക്കാർക്കൊക്കെ ഇത് വായിക്കാം. 14-15 വയസ്സിന് മുകളിലുള്ള ആൾക്കാർക്കൊക്കെ ഇത് വായിക്കാം ധൈര്യമായിട്ട്. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തമിഴ് തെറി കുറെ പഠിക്കാൻ പറ്റും നമുക്ക്. മലയാളം ബുക്സിലൊന്നും ഇങ്ങനെ തെറി ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചിട്ടേ ഇല്ല. നമ്മൾ സിനിമ കാണുമ്പോൾ കുറെ തെറി എന്നാലും സെൻസർ ചെയ്യുമല്ലോ. പക്ഷെ ഇംഗ്ലീഷ് ബുക്സിലും ഞാൻ തെറിയൊക്കെ വായിച്ചിട്ടുണ്ട്. ലൈക്ക് എഫ് വേർഡ്സ്, അങ്ങനെ കുറെ സംഭവങ്ങൾ, ഫക്ക് യു, അതൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ മലയാളത്തിൽ നല്ല അസൽ തെറി, മലയാളം തെറി ഒരു വാക്കേ ഞാൻ കണ്ടിട്ടുള്ളൂ. നമ്മൾ കോമൺ ആയിട്ട് നമ്മൾ കേൾക്കുന്നൊരു വാക്ക് മാത്രമേ കാണുള്ളൂ. പക്ഷെ തമിഴ് തെറി എന്ന് പറഞ്ഞാൽ അടിപൊളി തെറികൾ കുറേ ഞാൻ പഠിച്ചു. കാരണം തമിഴ്നാട്ടിൽ പോയി കഴിഞ്ഞാൽ ആരെങ്കിലും തെറി വിളിക്കുവാണെങ്കിൽ ധൈര്യമായിട്ട് എനിക്ക് മനസ്സിലാവും. അതുകൊണ്ട് തമിഴ് തെറി കുറേ പഠിച്ചു. ഇനി സ്പോയിലേഴ്സ് പറയാം. ഓക്കെ, ഫസ്റ്റ് റൊമാൻസിൻ്റെ കാര്യം പറയാം. ഓക്കെ, ഞാൻ റൊമാൻസിന് പ്രതീക്ഷിച്ച് തന്നെയാണ് ഈ ബുക്ക് തുറന്നത്. റൊമാൻസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമ്മൾ ഇംഗ്ലീഷ് റൊമാൻസ് നോവൽസിൽ ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു കുറച്ച് ഇമ്പോർട്ടൻറ്റ് ഘടകങ്ങളുണ്ട്, കുറച്ച് ട്രോപ്സ് ഉണ്ട്. ട്രോപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊതുവേ റൊമാൻസ് നോവൽസിൽ റിപ്പീറ്റഡ് ആയിട്ട് കാണപ്പെടുന്ന കുറച്ച് ഇൻസിഡൻസ് അല്ലെങ്കിൽ സിനാരിയോസ്, കൂടുതൽ റീഡേഴ്സ് ഈ സിനാരിയോസ് വായിക്കണം എന്ന് ആഗ്രഹിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അതിനാണ് ട്രോപ്സ് എന്ന് പറയുന്നത്. സോ പൊതുവേ കണ്ടുവരുന്ന റൊമാൻസ് നോവൽസിലുള്ള ട്രോപ്പ് എന്ന് പറയുന്നത് നമ്പർ 1 ഇസ് എനിമീസ് ടു ലവേഴ്സ്. തല്ലുപിടിച്ച് വെറുപ്പിന്റെ അവസാനം കുട്ടിച്ചങ്കറിനോട് എനിക്ക് സ്നേഹമാണെന്ന് പറയുന്ന പോലത്തെ ആ സംഭവം, അതാണ് എനിമീസ് ടു ലവേഴ്സ്. അത് ഇതിൽ ചെക്ക്. നമ്പർ 2 എന്ന് പറയുന്നത് വൺ ബെഡ് ട്രോപ്പ് എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ഹീറോയും ഹീറോയിനും കൂടെ ഒരു യാത്ര പോകേണ്ടി വരികയും അന്ന് രാത്രി അവർക്ക് ഒരു ഹോട്ടലിലോ എന്തെങ്കിലും റൂം എടുത്ത് തങ്ങേണ്ടി വരികയും ചെയ്യും. അപ്പോൾ അവർ ചെന്ന് നോക്കുമ്പോൾ ഒരു ബെഡേ ഉള്ളൂ. അപ്പോൾ ഒരു ബെഡിൽ അവർ ഷെയർ ചെയ്യേണ്ടി വരും. ഇവിടെ ഫിസിക്കലായിട്ടോ സെക്ഷലായിട്ടോ ഒരു കാര്യങ്ങളും നടക്കുന്നില്ല. പക്ഷേ ആ ഒരു ഇൻറ്റിമസി, ആ ഒരു കെമിസ്ട്രി, ആ കാര്യങ്ങളൊക്കെ വരുമ്പോഴേക്കും നമ്മൾ ഇതിൽ ഭയങ്കരമായിട്ട് ഇൻവോൾവ് ആവും. അത് നമ്പർ 2. അതും ഇതിൽ ചെക്ക്. 3 എന്ന് പറയുന്നത് തേർഡ് ട്രോപ്പ് എന്ന് പറയുന്നത് നൈറ്റ് മെയർ ട്രോപ്പ്. നൈറ്റ് മെയർ എന്ന് പറഞ്ഞാൽ ഹീറോയിൻ എന്തായാലും അന്ന് രാത്രി ഈ വൺ ബെഡിൽ കിടക്കുന്ന സമയത്ത് ഒരു പേടി സ്വപ്നം കാണും. പേടി സ്വപ്നം കണ്ട് ഞെട്ടി എണീക്കുമ്പോഴേക്കും ഹീറോ വന്നിട്ട് ആശ്വസിപ്പിച്ച് അങ്ങനെ അവർ പതുക്കെ സെറ്റാവും. ഇവിടെ നമ്മൾ ചെറുക്കാൻ പോത്ത് പോലെ കിടന്ന് ഉറയും കളഞ്ഞു. കാരണം ആ ട്രോപ്പ് ഇവിടെ വർക്കൗട്ട് ആയില്ല. പക്ഷെ നൈറ്റ് മെയർ ട്രോപ്പ് ഉണ്ടായിരുന്നു, അതും ചെക്ക്. 4th ട്രോപ്പ് എന്ന് പറയുന്നത് ഇവർക്ക് രണ്ടുപേർക്കും മാത്രം അറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ. ലൈക്ക് ഈ വൺ ബെഡിന്റെ സമയത്ത് അല്ലെങ്കിൽ അന്ന് രാത്രി ഇവർ ഒരുമിച്ച് ട്രാവൽ ചെയ്ത സമയത്ത് ഇവർക്ക് മാത്രം അറിയാവുന്ന കുറച്ച് ഇൻസിഡൻസ്. അപ്പോൾ ആ ഇൻസിഡൻസിനായിട്ടുള്ള ചെറിയ റെഫറൻസ് വരുമ്പോഴേക്കും ഇവർ തമ്മിൽ പരസ്പരം കണ്ണും നോക്കി ചിരിക്കുക, ആ ഒരു സംഭവങ്ങളൊക്കെ അതെല്ലാം ഇതിലുണ്ട്. സോ റൊമാൻസ് എന്ന് പറയുന്നത് ഈവൻ ദോ ഇറ്റ് വാസ് റിയലി സട്ടിൽ, ഭയങ്കരമായിട്ട് വർക്കൗട്ട് ആയിട്ടുണ്ട് ഈ ബുക്കിൽ. ഭയങ്കര സട്ടിൽ ആയിട്ടുള്ള രീതിയിലാണ് ആക്ച്വലി റൊമാൻസ് കൊണ്ടുപോയിട്ടുള്ളത്. പക്ഷെ അത് നല്ലപോലെ വർക്കൗട്ട് ആയിട്ടുമുണ്ട്. പിന്നെ ഒരു പരിധി കഴിഞ്ഞപ്പോഴേക്കും ഇത് ശരിക്കും സിനിമയായി മാറി. അവരൊരു പാട്ടിനുള്ള ഒക്കേഷൻ കൊണ്ടുവന്നു, റൊമാൻസിനുള്ള ഒക്കേഷൻ കൊണ്ടുവരുന്നു. ഇവർ പാട്ടിനുള്ള ഒക്കേഷൻ, ഇവിടെ പാട്ട് വരും എന്ന് നമുക്ക് കൃത്യമായി അറിയാവുന്ന ഒക്കേഷൻസ് ഒക്കെ പുള്ളി കൊണ്ടുവരുന്നുണ്ട്. അപ്പം ഞാൻ ഇങ്ങനെ സിനിമയാക്കാനുള്ള പ്ലാൻ തന്നെയാണ് ഇത് എഴുതിയിരിക്കുന്നതെന്നൊക്കെ ഞാൻ അപ്പം ശരിക്കും വിചാരിച്ചു. പിന്നെ പറയുകയാണെങ്കിൽ ഇതിൻ്റെ ക്ലൈമാക്സ്, പിന്നെ ഓഥേഴ്സ് നോട്ടിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് ഇത് കുറച്ച് സീരിയസ് ഇഷ്യൂ ആണ് ക്ലൈമാക്സിൽ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇത് പുറത്ത് പറയരുത്, സ്പോയിലർ ആക്കരുത് എന്ന് പുള്ളി പ്രത്യേകം പറഞ്ഞിട്ടുള്ളത് കൊണ്ട് എന്താണെന്ന് കൃത്യമായ വാക്കുകളിൽ ഞാൻ പറയുന്നില്ല. പക്ഷെ ഞാൻ പറയാം, ഇറ്റ് വാസ് ഹാർട്ട് ബ്രേക്കിംഗ്. എനിക്കത് എനിക്ക് ഭയങ്കരമായിട്ട് അത് ഹോണ്ട് ചെയ്തു തന്നെ. കുറച്ച് നേരത്തേക്ക് എൻ്റെ തലേന്ന് അത് പോകുന്നില്ല. അയ്യോ ഇനി എന്ത് ചെയ്യും, ഇതെങ്ങനെ മുമ്പോട്ട് പോയി എന്ത് കാണിക്കും എന്നുള്ള രീതിയിലേക്ക് നമ്മൾ ആ ഒരു സെക്ഷനിലേക്ക് പോകും. ഒരു അവസാനത്തെ ഒരു 100 പേജ് വല്ലാത്ത രീതിയിൽ നമ്മൾ ഹോണ്ട് ചെയ്യും. വളരെ ഫാസ്റ്റായിട്ട് ഞാൻ എത്രയോ മണിക്കൂറുകൊണ്ടാണ് അത് വായിച്ചു തീർത്തത്. ഒരു ദിവസം രാത്രി 8:30 ഇരുന്നിട്ട് അന്ന് രാത്രി 12:30 വരെ ഒറ്റ ഇരിപ്പിനിരുന്നാണ് ഞാനത് വായിച്ചു തീർത്തത്. അതുകൊണ്ട് വളരെ ഫാസ്റ്റ് പേസ്ഡ് ആണ്. കാരണം ഓരോ പേജ് മറിക്കുമ്പോഴും നമ്മൾ അടുത്ത പേജിൽ നിന്ന് നടക്കാൻ പോകുന്നുള്ള ആൻറ്റിസിപ്പേഷനോട് കൂടിയാണ് മറിക്കുന്നത്. അതുകൊണ്ട് വളരെ ഫാസ്റ്റ് പേസ് ആയിട്ട് പോകും. അപ്പോൾ ഈ ബുക്കിനെ ഡിഫൈൻ ചെയ്യാൻ വേണ്ടി പറയുകയാണെങ്കിൽ ഐ വിൽ 100% സേ ദാറ്റ് ഹോണ്ടിങ്ലി ബ്യൂട്ടിഫുൾ. ദ ഓൺലി റീസൺ ഐ സേ ദിസ് ബിക്കോസ് ഇറ്റ്സ് ഭയങ്കരമായിട്ട് നമ്മുടെ ഈ ഒരു തലയ്ക്കകത്ത് ഇങ്ങനെ നിൽക്കും. പിറ്റേ ദിവസം വർക്കിന് പോയപ്പോഴാണെങ്കിലും നമ്മൾ എവിടെ ട്രാവൽ ചെയ്യുമ്പോഴാണെങ്കിലും ഓരോ ഇൻസ്റ്റൻസ് ഈ ബുക്കിലെ ഓരോ റെഫറൻസ് ആയിട്ടുള്ള ഓരോ കാര്യങ്ങൾ കാണുമ്പോഴും നമുക്കിതിങ്ങനെ തിരിച്ച് വന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ മെമ്മറിയിലേക്ക്. അത്രമാത്രം നമ്മൾ ഇൻവെസ്റ്റഡ് ആയിപ്പോകും ഈ ബുക്കിൽ. സോ ഡെഫിനറ്റ്ലി ഗിവ് ഇറ്റ് എ ഗോ. കുറേ പേര് ഇൻസ്റ്റയിൽ കമൻറ്റ് ചെയ്യുന്നത് ഞാൻ കണ്ടു, ഇന്ന് സിനിമയായിട്ട് ഇറക്കിയിരുന്നെങ്കിൽ 150 രൂപയ്ക്ക് കാര്യം കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ട്. ഒരിക്കലും ഐ എം ടെല്ലിങ് യു ദാറ്റ് പേഴ്സൺ, ഐ ഡോണ്ട് നോ ഹു യു ആർ, ബട്ട് ദാറ്റ് പേഴ്സൺ ഗായ്, ഹലോ, ഒരിക്കലും സിനിമ കാണുന്ന എഫക്റ്റ് അല്ല പുസ്തകം വായിക്കുമ്പോൾ ഉണ്ടാകുന്നത്. സിനിമയിൽ ആ ഡയറക്ടറിൻ്റെ POVയിൽ അദ്ദേഹം ഉദ്ദേശിക്കുന്ന രീതിയിൽ ഈ കഥയാണ് പോർട്രേ ചെയ്ത് നമ്മുടെ മുമ്പിലേക്ക് എത്തിക്കുന്നത്. ബുക്ക് വായിക്കുമ്പോൾ ഓരോരുത്തരുടേതായ കഥയാണ്. ഞാൻ വായിക്കുന്ന ബുക്കായിരിക്കില്ല നിങ്ങൾ വായിക്കുന്നത്. ഒരേ
പുസ്തകം ഒരേ പേപ്പറിൽ ഒരേ അക്ഷരങ്ങളായിരിക്കും വായിക്കുന്നത്, പക്ഷെ ഞാൻ വായിക്കുന്ന കഥ ആയിരിക്കില്ല നിങ്ങൾ വായിക്കുന്നത്. നിങ്ങളിത് വേറൊരു രീതിയിലായിരിക്കും ഇത് പോർട്രേ ചെയ്യുന്നത്, മറ്റേ വേറൊരു രീതിയിലായിരിക്കും വായിക്കുന്നത്. എവറി സ്റ്റോറി ഈസ് ഡിഫറെൻറ്റ് ഇൻ ഈച്ച് ആൻഡ് എവറി വൺസ് പെർസ്പെക്റ്റീവ്. സോ ഡെഫിനറ്റ്ലി ഇതുവരെ വായിക്കാത്ത ഒരാളാണെങ്കിലും ഹൈപ്പ് കണ്ട് വായിക്കണം എന്ന് തോന്നിയിട്ടാണെങ്കിലും ഇനി വായിക്കാൻ തുടങ്ങണം, വായനയിലേക്ക് എടുത്ത് ചാടാനായിട്ടുള്ള ഉദ്ദേശം ഉണ്ട് എന്നാണെങ്കിലും തുടങ്ങാൻ പറ്റിയ ഒരു സ്ഥലമാണ് രാം കെയർ ഓഫ് ആനന്ദി. ഇദ്ദേഹത്തിന് വേറെയും കുറച്ച് പുസ്തകങ്ങളൊക്കെ ഉണ്ടാകുന്ന പേപ്പർ ബാഗ്സ് കറൻ്റ്ലി അവൈലബിൾ അല്ല. അപ്പോൾ എന്തായാലും അതും വായിക്കണം എന്ന് ഞാൻ വിചാരിക്കുന്നു. സോ അപ്പോൾ ഇതൊക്കെയാണ് ഈ ബുക്കിനെ പറ്റി പറയാനുള്ളത്. തീർച്ചയായിട്ടും വായിക്കുക. ഈ ബുക്ക് കുറച്ചുകൂടിയൊക്കെ ഹൈപ്പ് ആയാലാണ് ചിലപ്പോൾ അദ്ദേഹത്തിന് സിനിമയാക്കാനുള്ള മോട്ടിവേഷനൊക്കെ വരുള്ളൂ. അപ്പോൾ പരമാവധി ഇതൊന്ന് പൊക്കി കൊണ്ടുവരികയാണെങ്കിൽ നമുക്ക് ഭാവിയിൽ സിനിമയാക്കാനുള്ള ചാൻസ് ഒക്കെ കിട്ടും. അപ്പോൾ നേരത്തെ പറഞ്ഞ ചേട്ടന്, പുസ്തകം വായിക്കാൻ താല്പര്യമില്ലാത്ത ചേട്ടന് സിനിമയായിട്ട് തന്നെ ഇത് കാണാനും പറ്റും. ഏതോ ഇന്റർവ്യൂവിൽ പറയുന്നുണ്ടായിരുന്നു, പ്രണവ് മോഹൻലാലിനെയും സായി പല്ലവിനെയാണ് ആള് ഇമാജിൻ ചെയ്തിരിക്കുന്നത്, റാമു ആനന്ദിയായിട്ട് ഇമാജിൻ ചെയ്തിരിക്കുന്നതെന്ന് ഞാൻ വായിച്ചു. അപ്പോൾ അതിപ്പോൾ എനിക്ക് അത്രയ്ക്ക് ഒരു താല്പര്യമില്ല രണ്ട് ക്യാരക്ടേഴ്സിനോടും. എന്ന് വെച്ചാൽ നമ്മുടെ മനസ്സിലൊരു രൂപമുണ്ട്. അപ്പോൾ ആ രൂപത്തിനോട് എൻ്റെ മനസ്സിൽ ഞാൻ വായിച്ച റാമു ആനന്ദിയായിട്ട് എനിക്ക് അവരെന്ത് പിക്ചർ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഞാൻ വേറെ ആരുടെയൊക്കെയാണ് ആലോചിച്ച് വെച്ചിരിക്കുന്നത്. ഒരിക്കലും നിങ്ങളുടെ കാശിന് നഷ്ടം വരത്തില്ല. 100% വേർത്താണ്. ഇത് വാങ്ങിച്ച് നിങ്ങളുടെ വീട്ടിൽ വെച്ചാൽ നിങ്ങളുടെ ഷെൽഫിനെങ്കിലും കുറച്ച് ഭംഗിയുണ്ടാവും. നിങ്ങൾക്ക് എന്തെങ്കിലും ബോറടിച്ച് നെറ്റ് തീർന്നു പോകുമ്പോഴോ അല്ലെങ്കിൽ കറണ്ട് പോകുമ്പോഴൊക്കെ ആണെങ്കിലും 2 പേജ് മറിക്കാൻ തോന്നിക്കഴിഞ്ഞാൽ ഈ പുസ്തകം എടുത്ത് നിങ്ങൾക്ക് വായിക്കാം. ഒരിക്കലും നിങ്ങൾ തീർക്കാണ്ട് അടച്ച് വെക്കത്തില്ല. DNF ഇത് പോകാനായിട്ടുള്ള ഒരു അവസ്ഥ ഉണ്ടാവില്ല. സോ ഡെഫിനറ്റ്ലി ഗിവ് ഇറ്റ് എ ഗോ. ഇതിൻ്റെ പർച്ചേസ് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. സോ താങ്ക് യു. ഹായ് ഗൈസ്, പിന്നെ ഞാനിതുവരെ മലയാളത്തിലെ ബുക്സ് ഒന്നും റിവ്യൂ ചെയ്തിട്ടില്ല. ഞാൻ ആദ്യമായിട്ട് ഈ റാം കെയർ ഓഫ് ആനന്ദി ചെയ്യുന്നത്. ഇതിന് താഴത്തുള്ള എല്ലാ ബുക്സും എൻ്റെ വീഡിയോസ് എല്ലാം ഇംഗ്ലീഷ് ബുക്സിനെ പറ്റിയാണ്. അപ്പോൾ ഇനി ഞാൻ വേറെ മലയാളം ബുക്സ് വല്ലതും റിവ്യൂ ചെയ്യണം എന്നുണ്ടെങ്കിൽ അതൊന്ന് കമൻറ്റിൽ പറയുക. ഏതെങ്കിലും ബുക്ക് ഞാൻ വായിക്കണം എന്നുണ്ടെങ്കിൽ അതും കമൻറ്റിൽ പറയാം. നിങ്ങൾക്ക് ഇംഗ്ലീഷ് ബുക്സിനോടാണ് താല്പര്യം എന്നുണ്ടെങ്കിൽ എൻ്റെ ബാക്കിയുള്ള 2 വീഡിയോസ് നോക്കുക. ആൻഡ് ഇഫ് യു വാണ്ട് പ്ലീസ് ക്ലിക്ക് ദ സബ്സ്ക്രൈബ്, ലൈക്ക് ഇൻ ഓൾ ദാറ്റ് സ്റ്റഫ്. സോ ഐ വിൽ catch you in the next video probably. Bye.